തൊട്ട് എന്ന് പറഞ്ഞിട്ട് ഇത്രയും പ്രശ്നം ഉണ്ടാക്കും. തിരക്കിനിടയിലാവുമ്പോഴത്തേക്ക് അവരങ്ങനെ വിചാരിച്ചാൽ അവർ വിചാരിച്ചില്ല അയാൾ ആത്മഹത്യയെന്ന്. അയാൾ മലപ്പുറം തട്ടി തന്നെ അവർ വിചാരിച്ചത്. സ്ത്രീക്ക് ആ ഒരു സുരക്ഷയില്ല, അതങ്ങനെ ചെയ്തത് നല്ലതാണ്. മുമ്പത്തെ പോലെയല്ല, ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിങ് കാരണം ഒരുപാടുണ്ട്. അത് തീർച്ചയായിട്ടും അത് ആ പെൺകുട്ടിയുടെ തെറ്റാണ്. മരണങ്ങൾ നടക്കുന്നത് ഈ രണ്ട് ഭാഗക്കാര് തെറ്റുണ്ട്. കുറച്ച് ആൾക്കാർ അങ്ങനെയുള്ളവരുണ്ട്. ഒരു 50% മോശവും 50% നല്ലവരുമാണ്. കേരളത്തിലെ സ്ത്രീ സുരക്ഷാ നിയമം വളരെ കർശനമാണ്. സ്ത്രീകൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ ഒരുപാട് സുരക്ഷാ നിയമങ്ങളൊക്കെ ഉള്ള ഒരു നാടാണ് നമ്മുടെ കേരളം. പക്ഷേ അതുപോലെ തന്നെ ഈ നിയമങ്ങളെല്ലാം തന്നെ സ്ത്രീകൾ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിഭാഗം അത് ദുരുപയോഗം ചെയ്യുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ നമ്മൾ കേട്ട വാർത്തകളൊക്കെ അത്തരത്തിലുള്ളതായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാം. പക്ഷേ ഈ നിയമങ്ങളെല്ലാം സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഒരിക്കലും നമ്മുടെ വ്യക്തിവൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് റീച്ച് ഉണ്ടാകുന്നതിനോ വേണ്ടി ആകരുത് ഇനി ഒരാളുടെ ജീവിതം വെച്ചാകരുത് നമ്മൾ കളിക്കേണ്ടത്. അല്ലെങ്കിൽ അങ്ങനെ അത്തരത്തിലുള്ള ഒരു നീക്കങ്ങളെ നമ്മൾ ശക്തമായിട്ട് എതിർക്കുക തന്നെ വേണം. കാരണം നിയമം സംരക്ഷിക്കപ്പെടേണ്ടതാണ്. സ്ത്രീകളാവുമ്പോൾ പ്രത്യേകിച്ചും പലരും പറയുന്നത് സ്ത്രീകൾക്ക് സംരക്ഷണം ഇല്ല എന്നൊക്കെയാണ് പറയുമ്പോഴും നമ്മുടെ സർക്കാർ ഒരുപാട് സംരക്ഷണ നിയമങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ പോലീസിൽ എന്താണെങ്കിലും നമുക്ക് സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ നേരിട്ട് നിയമത്തിലൂടെ നിയമ നടപടികളിലൂടെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്ക് ഈ അഭിപ്രായം തന്നെയാണോ സാധാരണക്കാർക്കും പറയാനുള്ളത് എന്ന് നമുക്ക് കേട്ടു നോക്കാം. സ്ത്രീകൾക്കുള്ള സുരക്ഷാ നിയമങ്ങൾ വെച്ചിട്ട് സ്ത്രീകൾ പുരുഷന്മാർക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇപ്പോൾ കൂടി വരുന്നുണ്ട്. അത് എങ്ങനെയെന്നാണ്, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന്? അത് മെനഞ്ഞാന്ന് ബസ് കഴിഞ്ഞാൽ അത് ഭയങ്കര വല്ലാത്തൊരു ഇതായിപ്പോയി. അത് മനഃപൂർവ്വം അത് ചെയ്തതാണ് തന്നെ. സ്ത്രീ സുരക്ഷ അവരല്ല അങ്ങോട്ട് പോയത്. അതെന്തോ സുരക്ഷ, അവരാണ് പോയത്. സ്ത്രീകൾക്ക് സുരക്ഷ ഉള്ളത് കൊണ്ടുള്ള ധൈര്യമല്ലേ അവരിങ്ങനെ കാണിക്കുന്നത് അല്ലേ? തന്നെ. അപ്പൊ അത് എങ്ങനെയാണ്? അപ്പൊ ഈ നിയമത്തിനെ കുറിച്ച് എന്താണ് പറയാൻ? നല്ല നിയമമാണ് സ്ത്രീക്ക് സുരക്ഷ. അത് അവരങ്ങനെ വിചാരിച്ചാൽ അവർ വിചാരിച്ചില്ല അയാൾ ആത്മഹത്യയെന്ന്. അയാൾ മലപ്പുറം തട്ടി തന്നെ അവർ വിചാരിച്ചത്. സ്ത്രീക്ക് ആ ഒരു സുരക്ഷയില്ല, അതങ്ങനെ ചെയ്തത് നല്ലതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അത് മരിക്കുമെന്ന് വിചാരിച്ചില്ല. അവർ മരിക്കും ഞങ്ങളാരും വിചാരിച്ചില്ല. അതുകൊണ്ടൊരു വിഷമമായിരുന്നു. അല്ലാതെ എനിക്ക് വന്ന് പറയില്ല, അത് വല്ലാത്തൊരു വിഷമമായിപ്പോയി. സ്ത്രീകൾക്ക് ഒരുപാട് സുരക്ഷാ സംവിധാനങ്ങളും അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരുപാട് നിയമങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ദുരുപയോഗം ചെയ്യപ്പെടുകയാണെന്ന് തോന്നുന്നുണ്ടോ? ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ഉണ്ട്. കാരണം പുരുഷന്മാർക്കെതിരെയുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഇപ്പം നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് സ്ത്രീകൾക്ക് സുരക്ഷ കിട്ടുമെന്നുള്ളൊരു സുരക്ഷ ഇല്ല ഇപ്പം. അതാണ് സംഭവം. സ്ത്രീകൾക്ക് അല്ല, ഇങ്ങനെ സുരക്ഷാ നിയമങ്ങൾ ഉള്ളത് കൊണ്ടല്ലേ പുരുഷന്മാർക്കെതിരെ ഇവർ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഇപ്പോൾ ഒരു മരണം അടുത്ത് നമ്മൾ കണ്ടായിരുന്നില്ലേ? അപ്പോൾ അതാ ചോദിച്ചത്, അതിനെക്കുറിച്ച് എന്താണെന്നുള്ളതാ. സുരക്ഷാ നിയമങ്ങൾ ഇപ്പം വളരെ കുറവാണ് യഥാർത്ഥം പറഞ്ഞാൽ. സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാനൊക്കെ ആയിട്ട് പറ്റാത്ത ഒരവസ്ഥ ഉണ്ട് ഇപ്പം. പിന്നെ സ്ത്രീകളും അതിൻ്റെ കൂടെ പുരുഷന്മാരെയും ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. സ്ത്രീകളാണ് മെയിനായിട്ട് ഈ പുരുഷന്മാരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി തയ്യാറാവണം. പിന്നെ പുരുഷന്മാർക്ക് ബുദ്ധിമുട്ടാകും. അതാണ് പിന്നെ എല്ലാ പ്രശ്നങ്ങളും അവരെ തലയിലാവുന്നുണ്ട്. ചിലവര് അതിനെ അഴിക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ചിലവര് മിക്കവരും അതിനെ നല്ലതിനാണ് ഉപയോഗിക്കുന്നുണ്ട്. ചിലർ നല്ലതായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ചിലർ മാത്രം ദുരുപയോഗപ്പെടുത്തുന്നുണ്ട്. മോളുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ്? സ്ത്രീകൾക്ക് സുരക്ഷ ഉണ്ടെന്നാണോ കേരളത്തിൽ? ഉണ്ട്. മുമ്പത്തെ പോലെയല്ല, ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിങ് കാരണം ഒരുപാടുണ്ട്. പക്ഷെ അത് പല സ്ഥലങ്ങളിലും പല സമയത്തും ദുരുപയോഗം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ചെയ്യുന്നുണ്ട് ഇല്ലേ? അതിനെക്കുറിച്ച് എന്താ? അങ്ങനെ ചെയ്യാമോ? അങ്ങനെ ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമത്തിൻ്റെതായ വഴിക്ക് പോകുമ്പോഴത്തേക്കും ശരി ഏതാണ് തെറ്റേതാണെന്ന് അവിടെ പക്ഷെ നിയമത്തിന്റെ വഴി പോകുന്നതല്ലേ അത് ശരി? നമ്മളെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ നല്ലത് തന്നെയാണ്. അതൊക്കെ ഒരു പരിധി വരെ റീച്ച് ഉണ്ടാക്കുന്നതിന് വേണ്ടി മറ്റൊരാളുടെ ജീവനും അതിന്റെ ഒരു അവയർനെസ് എല്ലാവരിലും എത്തിക്കുക, അത് മാത്രമേ നമുക്കിപ്പോൾ ചെയ്യാം. അതിനെക്കുറിച്ച് പലർക്കും അവെയർ അല്ല. എല്ലാവരും അതൊരു എന്താ പറയാ, അതൊരു ട്രെൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതിന്റെ പിറകിലുള്ള നിയമവശങ്ങൾ സത്യം പറഞ്ഞാൽ ആർക്കും അറിയത്തില്ല. അതും ഇപ്പം പഠിച്ചു തരുന്ന സ്റ്റുഡൻസിനായാലും അതൊക്കെ ഒരു റീച്ച് കിട്ടാനും ആ ലെവലിലാണ് എത്തി നിൽക്കുന്നത്. അപ്പം അവർ ആ ഒരു രീതിയിലാണ് തിങ്ക് ചെയ്യണം. പക്ഷെ അത് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തന്നെ നമ്മളുടെ ഒരു പാർട്ട് ഓഫ് ദ ലൈഫായി മാറിയിരിക്കുകയല്ലേ. അപ്പം അതിനെക്കുറിച്ച് അവയർനെസ് നമ്മൾ പല കാര്യത്തിനും കൊടുക്കുന്ന പോലെ ഒരു അവയർനെസ് കൊടുക്കുക, അത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. സ്ത്രീക്ക് സുരക്ഷാ നിയമം കേരളത്തിലുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? സ്ത്രീകൾക്ക് സുരക്ഷ ഇല്ല.
അപ്പോൾ ഇപ്പോൾ ഉള്ള നിയമങ്ങൾ അവർ പുരുഷന്മാർക്ക് എതിരെ അത് നല്ല രീതിയിലാണോ ഉപയോഗിക്കുന്നത്? കാരണം കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു മരണത്തിനെ കുറിച്ചൊക്കെ അറിയാലോ, അതിനെക്കുറിച്ച് എന്താണ്? എന്ന് വെച്ചാൽ അത് തീർച്ചയായിട്ടും അത് ആ പെൺകുട്ടിയുടെ തെറ്റാണ്. എന്നുവെച്ചാൽ അയാൾ ശരിക്കും പറഞ്ഞാൽ അയാൾ ഒന്നും ചെയ്തിട്ടില്ല. അയാളുടെ കൈ ഒന്ന് ഇറങ്ങിയ സമയത്ത് ഒന്ന് തട്ടി, അത് വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമുണ്ടോ? അതെ, അതല്ല അങ്ങനെയാണെങ്കിലും അത് നിയമവശത്തിൽ കൂടെ പോകാമായിരുന്നു. അത് മീഡിയയിലിട്ട് അത് ഭയങ്കര പ്രശ്നമാക്കി. അയാൾ മനംനൊന്താണ് അയാൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അതേപോലെ ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുക്കണം. അതെ, തൊട്ട് എന്ന് പറഞ്ഞിട്ട് ഇത്രയും പ്രശ്നം ഉണ്ടാക്കും. തിരക്കിനിടയിലാവുമ്പോഴത്തേക്ക് ബസ്സിൽ എന്ത് തിരക്കുണ്ട്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയും മുട്ടിയൊക്കെ തന്നെ പോകേണ്ടി വരും. അപ്പോൾ ആ ഒരു രീതിയിൽ വന്നിട്ട് അവർ ചെയ്തത് തെറ്റാണെന്ന് തന്നെ ഞാൻ പറയും. സ്ത്രീക്ക് സംരക്ഷണം ഉണ്ടെന്നുള്ള ഒരു വിശ്വാസം, ആത്മവിശ്വാസമാണ് ഇങ്ങനെ പുരുഷന്മാർക്കെതിരെ ചെയ്യുന്നത്. അതെ, അപ്പോൾ ഇത് മോശമാണെന്നുള്ളതാണ് അമ്മയുടെ അഭിപ്രായം. അതെ, ഓക്കെ. സ്ത്രീകൾക്ക് കേരളത്തിൽ സുരക്ഷയുണ്ടെന്ന് തോന്നുന്നുണ്ടോ? കുറവ് തന്നെ. സ്ത്രീകൾക്കുള്ള സുരക്ഷാ നിയമങ്ങൾ അവർ ദുരുപയോഗപ്പെടുത്തുന്നുണ്ടോ സ്ത്രീകൾ? ഇപ്പോൾ അടുത്ത 2 ദിവസത്തിന് മുന്നേ നടന്ന ഒരു മരണത്തിനെ കുറിച്ച് അറിഞ്ഞായിരുന്നല്ലോ അല്ലേ? അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് ചേച്ചിക്ക്? മരണങ്ങൾ നടക്കുന്നത് ഈ 2 ഭാഗക്കാര് തെറ്റുണ്ട്. പെണ്ണിന്റെ ഭാഗത്തും പെണ്ണിന്റെ ഭാഗത്തും ഉണ്ട്, പുരുഷന്റെ ഭാഗത്തും ഉണ്ട് തെറ്റ്. ഏറ്റവും കൂടുതൽ ആരാണ്? സ്ത്രീകൾക്ക് സുരക്ഷാ നിയമങ്ങളുണ്ട് നമ്മുടെ കേരളത്തിൽ, പക്ഷെ അതൊക്കെ അവർ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് പുരുഷന്മാർക്കെതിരെ. അവരും ചെയ്യുന്നുണ്ട്, പക്ഷെ കൂടുതലും ഇപ്പോൾ ഈ പിള്ളേർ ഉള്ള ഭയങ്കര പ്രശ്നങ്ങളാണ്. പിന്നെ രണ്ട് ഭാഗക്കാരും ഉണ്ടെന്ന് വെച്ചാൽ ഇപ്പം ഈ ഫോണിൻ്റെയൊക്കെ ഓരോ കളികൾ വന്നതിന് ശേഷം ഈ പിള്ളേർ നല്ലതായിട്ട് വഷളാവുന്നുണ്ട്. കേരളത്തിൽ സുരക്ഷയുണ്ടോ? ഉണ്ടോ? ഇല്ല 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 ഇല്ല. പെൺകുട്ടികൾക്ക് സുരക്ഷയുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. എന്തുകൊണ്ടമ്മ അങ്ങനെ പറയാൻ കാരണം? പുറത്തിറങ്ങിയാൽ ഒരുപാട് വാർത്തകൾ കേൾക്കുന്നത് അങ്ങനെയാണ്. അല്ല, ഇപ്പോൾ സ്ത്രീകൾക്ക് സുരക്ഷ ഇല്ലെന്നാണോ അമ്മ പറയുന്നത് കേരളത്തില്? കുറവാണ്, എൻ്റെ അഭിപ്രായത്തിൽ കുറവാണ്. ഇപ്പോഴും ഇപ്പം സാക്ഷരതയൊക്കെ കൂടിയിട്ടുണ്ടെങ്കിലും സ്ത്രീകൾക്ക് സുരക്ഷിതത്വം കുറവായിട്ടാണ് അനുഭവങ്ങൾ പഠിപ്പിക്കുന്നത്. ഇതിൽ ആരുടെ ഭാഗത്തായിരിക്കും അമ്മ കൂടുതലും? അതായത് സ്ത്രീകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്, കാരണം അവർക്ക് സുരക്ഷാ നിയമങ്ങൾ ഒരുപാടുണ്ട്. പുരുഷന്മാർക്ക് അതില്ല. എങ്കിൽ പോലും പുരുഷന്മാർ എന്തെന്ന് പറയുമ്പോൾ അതിപ്പോൾ ഈ മയക്കുമരുന്നും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കൂടിക്കൂടി വന്നപ്പോൾ അവർക്ക് പിന്നെ ബോധമില്ലാത്തൊരവസ്ഥ വരുന്നു. അപ്പോൾ പിന്നെ അവരെന്തും കടന്നുകയറ്റങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെയൊക്കെ എന്നാണ് അറിവ്. ഇല്ല. ഇപ്പോൾ 2 ദിവസത്തിന് മുമ്പ് നമ്മളൊരു മരണം കേട്ടായിരുന്നല്ലോ, ഒരു പയ്യന്റെ. അപ്പോൾ അത് സ്ത്രീകൾക്ക് സുരക്ഷാ നിയമങ്ങൾ കൂടുതൽ ഉള്ളത് കൊണ്ടാണ് സ്ത്രീയുടെ അവിവേകം കൊണ്ട് സംഭവിച്ചതാണ്. അതായത് എല്ലാം തെറ്റാണെന്ന് പറയും, എല്ലാ ആണുങ്ങളും തെറ്റല്ലല്ലോ. കുറച്ച് ആൾക്കാർ അങ്ങനെയുള്ളവരുണ്ട്. ഒരു 50% മോശവും 50% നല്ലവരുമാണ്. പക്ഷേ ഇതിനെ പറ്റി എന്തെന്ന് വെച്ചാൽ ആ കുട്ടി അതിവേഗം കാണിച്ചു. അവൾ എനിക്ക് ഇന്ന് വ്ളോഗ് ചെയ്യുമ്പോൾ അവൾക്ക് റീച്ച് കിട്ടും എന്നുള്ളത് ചെയ്തു പോയത്, വിട്ടുപോയത് ആ കുട്ടി. ഞാൻ അവൾക്ക് വേണ്ടി കമൻറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവളിനി ജീവിതാന്തം അശരണയായിട്ട്, അതായത് ഒരു മനഃശാന്തി എന്നൊരു സാധനം ഉണ്ടല്ലോ, അതില്ലാതെ ജീവിക്കും. അതാണ് വരാൻ പോകുന്നത്. അതെ. അപ്പോൾ സ്ത്രീകൾക്ക് സുരക്ഷാ നിയമങ്ങൾ ഉള്ളത് കൊണ്ടാണോ അവരത് ദുരുപയോഗം ചെയ്യുന്നതെന്നാണ് പറയുന്നത്. സ്ത്രീകളെ നമ്മളിപ്പോൾ കുറച്ച് നാൾ കൊണ്ട് കുറച്ച് നല്ലതായിട്ട് പറയുന്നുണ്ടല്ലോ, നല്ല രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ അത് നല്ലതെന്നുള്ളത് പുരുഷന്മാർക്ക് നല്ല ദോഷമായിട്ട് പറ്റുന്നുണ്ട്. ഒരുപാട് പേര് എനിക്കറിയുന്ന എൻ്റെ ഫാമിലി മെമ്പേഴ്സ് തന്നെയുണ്ട്. ആണുങ്ങൾക്ക് നിസ്സാര കാര്യങ്ങൾക്ക് അവർ പോയി പബ്ലിക്കായിട്ട് ഇതുപോലെ വീഡിയോ എടുക്കുക, പോസ്റ്റ് ചെയ്യുക, അവരെ ഇല്ലാതാക്കുക. പിന്നെ അവർക്ക് ഭർത്താവിന് വേണ്ട ആ തരത്തിൽ. എൻ്റെ വീടിനടുത്ത് എൻ്റെ ജോലിക്കാരായിരുന്ന ആ സ്ത്രീ ഭർത്താവ് പിടിച്ചുകൊണ്ട് നിന്ന് ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ട് അവരുടെ മകൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ വീഡിയോ പിടിച്ചു. മകനും മോളും കൂടെ ചേർന്ന് അച്ഛൻ ഇന്ന് വീട്ടിൽ കയറാൻ വയ്യാതെ നടക്കുക. അയാൾ ഇത്രയും നാൾ അവർ വളർത്തിയ ആളല്ലേ, ചെയ്ത ആളല്ലേ. അടിക്കും, ദേഷ്യപ്പെടും, ഇഷ്ടമല്ലെന്ന് വേണ്ട പുറത്താക്കുന്ന രീതിയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്ന് വെച്ചാൽ എല്ലാവരും മോശമൊന്നുമല്ല, സ്ത്രീകൾ ഇത് ദുരുപയോഗം ചെയ്യുന്നുണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഞാൻ ഇപ്പോൾ ശരിക്കും രാഹുൽ ഈശ്വറിൻ്റെ അവരുടെ മീൻസ് അതിനെ അസോസിയേറ്റ് ചെയ്ത് താല്പര്യപ്പെടും. ഞാൻ സ്ത്രീയാണെങ്കിൽ ഞാൻ തൃപ്തിയായിട്ട് സ്വീകരിക്കുന്നു. കാരണം വേണം, അങ്ങനെ കുറച്ചും കൂടി വേണം. ആണുങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് ഈ ഒരു സംഭവം വന്നതിന് ശേഷം കുറച്ച് ദോഷം. ഇങ്ങനെ പറയുന്നത് പബ്ലിക്കായിട്ട് വരരുത്. വന്നു കഴിഞ്ഞാൽ യൂട്യൂബാണെന്നും പറഞ്ഞു, അതെനിക്ക് ദോഷമായിട്ട് വരില്ലേ. ഞാൻ അങ്ങനെ പറയാൻ പാടില്ല എന്നല്ല. സ്ത്രീയാണ് ഞാൻ, സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീക്ക് സപ്പോർട്ട് ചെയ്യണമെന്നില്ല. പുരുഷന്മാർക്കും നിയമങ്ങളുണ്ട്, പുരുഷന്മാർക്കും ഇല്ലേ. എല്ലാ സ്ത്രീകളും പുരുഷന്മാരെ മോശമായിട്ട് പറഞ്ഞാൽ എല്ലാ പുരുഷന്മാരും മോശമല്ല. അതെ, 2 വശത്തുമുണ്ട്. അത് ദുരുപയോഗം ചെയ്യുന്നതിനുള്ള സത്യമാണ്. പുരുഷന്മാർ പക്ഷേ എത്രയോ സ്ത്രീകൾ എന്തെല്ലാം തരത്തിൽ കൊച്ചുകുട്ടികൾ വരെ അതൊരു വശം. അതെ. പക്ഷെ ഇപ്പോൾ ഇത്തിരി അറിവ് വിവരമൊക്കെ ഉള്ളവർ ഇങ്ങനെ ഒരു തരത്തിൽ ദ്രോഹിക്കുന്നുണ്ട് പുരുഷന്മാരെ.
അത് സ്നേഹം. ഇപ്പം നമ്മുടെ രാഹുലിന് എന്താ പറ്റിയത്? മാങ്കൂട്ടത്തിന് അയാൾ മര്യാദയ്ക്ക് ജോലി ചെയ്തൊന്നും കുഴപ്പമില്ല. അയാൾക്ക് ഈ പെമ്പിള്ളേരുടെ എല്ലാം ഫ്ലർട്ട് ചെയ്ത് സത്യമാണ്, എല്ലാ ആണുങ്ങളും ചെയ്യുന്നില്ലേ. നമ്മുടെ രാഷ്ട്രീയത്തിലുള്ള ഏവനാണ് അല്ലാത്തത്, ഏത് സിനിമയുടെയാണ് മോശമല്ലാത്തത്. അപ്പോൾ ഒരു തരത്തിൽ ചെയ്തു പോകുന്നു, നമ്മുടെ സപ്പോർട്ട് ചെയ്യണം ഞാൻ പറയുന്നത് അല്ല. ഹേമ കമ്മീഷൻ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ തെറ്റ് വരുമ്പോൾ എല്ലാം രണ്ട് ഭാഗത്തും ഉണ്ടെന്നുള്ളതാണ്. മിന്നു ഉണ്ടല്ലോ, മിന്നു ഒക്കെ ചെയ്തത് എന്താണ്? മുനീറ എന്നുണ്ടല്ലോ, അവൾ വൾഗറായിട്ടല്ലേ പെരുമാറി, ശരിയായിട്ടാണ് അവൾ ചെയ്തത്. അപ്പോൾ എനിക്കറിയുന്ന, എനിക്ക് നല്ല പരിചയമുള്ളതാണ്, അതിൻ്റെ പേര് ഞാൻ പറയുന്നത്, ഒരു നടിയുണ്ട്, അവരിതുപോലെ കുറേ മോശം വന്നിട്ടൊക്കെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. കുറേ ആൾക്കാർ സത്യമുണ്ട്. അപ്പോൾ എന്തായാലും സ്ത്രീകൾ ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഒരു 50% സ്ത്രീകൾ ചെയ്യുന്നുണ്ട്, ഞാനില്ല, എന്നെ പോലുള്ളവർ ചെയ്യുന്നുണ്ട്, എൻ്റെ അടുത്തറിയാവുന്നവർ ചെയ്യുന്നുണ്ട്.